വീണ്ടും ഒരു പൊതിച്ചോറ് വീഡിയോ ആണ്. രാവിലെ എണീറ്റ് അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും അവിടെ സാമ്പാർ റെഡി ആയിട്ടുണ്ടായിരുന്നു. കടുക് വറുക്കാനുള്ള സാധനങ്ങൾ വരെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ റസ്ക്കും ചായയൊക്കെ കുടിച്ചതിന് ശേഷം ദോശ ഇടാൻ തുടങ്ങി. ഈ ദോശ ചുട്ട് മാറ്റി ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് വേണം നമുക്ക് ഓംലെറ്റ് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നല്ല കൊച്ചുള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട ഓംലെറ്റ്, അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ വിതറി കൊടുത്തു. അങ്ങനെ നല്ല സെറ്റ് ഓംലെറ്റും ആക്കിയെടുത്തു. ഇനി നമുക്ക് ഇന്നത്തെ കൂട്ടാനുകൾ നോക്കാം. ആദ്യം തന്നെ ചോറ്, അതിൻ്റെ കൂട്ടത്തിൽ ചിക്കൻ ഫ്രൈ ആണ്. ചിക്കൻ ഫ്രൈ നേരത്തെ ഫ്രൈ ചെയ്തായിരിക്കണം, അല്ലാതെ രാവിലെ ഫ്രൈ ചെയ്യാനാണ് നമ്മൾ ഒരുപാട് നേരത്തെ എണീക്കേണ്ടി വരും. പിന്നെ സോയാബീൻ ഒരു മസാല വെച്ചതാണ്, അതും തലേ ദിവസം തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുക, രാവിലെ മസാല ആക്കി എടുത്താൽ മതി. അതുപോലെ തന്നെ വൻപയർ തോരൻ, വൻപയർ നേരത്തെ വേവിച്ച് വെക്കുക. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ രാവിലെ നമുക്ക് ലേറ്റായിട്ട് എണീറ്റ് ഒരു അരമണിക്കൂർ കൊണ്ട് ഫുൾ ഫുഡും സെറ്റാക്കാം. അങ്ങനെ കൊച്ചുള്ളി ഇട്ട് ഓംലെറ്റും കൂടെ വെച്ചു. അതുപോലെ തന്നെ തേങ്ങയൊന്നും അരയ്ക്കാത്ത സാധാരണ പുളിശ്ശേരി. ഹാപ്പി ഫാദേഴ്സ് ഡേ. ഹാപ്പി ഫാദേഴ്സ് ഡേ. ഇത് ഫാദേഴ്സ് ഡേ. ഹാപ്പി ഫാദേഴ്സ് ഡേ ജിത്തു അച്ഛാ. ഹാപ്പി ഫാദേഴ്സ് ഡേ എൻ്റെ അച്ഛാ. അച്ഛൻ പോകാൻ ഇറങ്ങിയപ്പോൾ തന്നെ വഴക്കുണ്ടാക്കി കൂടെ ഇറങ്ങിയ ജാനിക്കുട്ടിയെ കൊണ്ട് ഞങ്ങൾ ഒരുമിച്ചൊരു ട്രിപ്പ് പോയി നമ്മുടെ തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ വരെ. റെയിൽവേ സ്റ്റേഷൻ ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷം കാണുന്നതുകൊണ്ടായിരിക്കും ഇതിൻ്റെ അവസ്ഥ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. എന്തോരം മഴയാണല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.